ലാഹിരി മഹാശയന് വിഖ്യാതനായ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു, ത്രൈലോംഗസ്വാമി. അദ്ദേഹത്തിന് 300-ൽ കൂടുതൽ വയസ്സുണ്ടായിരുന്നു എന്ന് പ്രസിദ്ധമായിരുന്നു. ഈ 2 യോഗീന്ദ്രന്മാരും പലപ്പോഴും ഒരുമിച്ച് ധ്യാനനിരതനാകാറുണ്ടായിരുന്നു. ത്രൈലോംഗസ്വാമികളുടെ പ്രസിദ്ധി അത്രമാത്രം പരന്നിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അമ്പരപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തികളുടെ സത്യസ്ഥിതി നിഷേധിക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടാകില്ല. ഇന്ന് ക്രിസ്തുദേവൻ ഭൂമിയിൽ തിരിച്ചുവന്ന് ന്യൂയോർക്കിലെ തെരുവിലൂടെ അത്ഭുതങ്ങൾ കാട്ടി നടന്നുപോയാൽ ഉളവാക്കുന്ന ഭക്ത്യാദരങ്ങളാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് വാരണാസിയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ കടന്നുപോകുന്ന ത്രൈലോംഗസ്വാമി ജനങ്ങളിൽ സൃഷ്ടിച്ചത്. കാലപ്രവാഹത്തിന്റെ ക്ഷതങ്ങൾ ഏൽക്കാത്തവണ്ണം ഭാരതത്തെ ശക്തമായി യോജിപ്പിച്ച് പരിരക്ഷിച്ച സിദ്ധന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പലപ്പോഴും കടുത്ത വിഷദ്രാവകങ്ങൾ യാതൊരു ദൂഷ്യഫലവും തനിക്ക് അനുഭവപ്പെടാതെ ഈ സ്വാമി കുടിക്കുന്നത് കാണാമായിരുന്നു. ഇന്നു ജീവിച്ചിരിക്കുന്ന ചിലരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ത്രൈലോംഗസ്വാമി ഗംഗാനദിയിൽ പൊന്തിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ദിവസങ്ങളോളം അദ്ദേഹം ജലത്തിനു മീതെ ഇരിക്കുകയോ സുദീർഘമായ കാലയളവുകൾ തിരക്കുകൾക്കിടയിൽ ഒളിക്കുകയോ ചെയ്യുമായിരുന്നു. മണികർണിക ഘട്ടിലെ ചുട്ടുപൊള്ളുന്ന കൽപ്പടവുകളിൽ ഭാരതത്തിലെ കടുത്ത സൂര്യതാപത്തിൽ വിവസ്ത്രനായ സ്വാമിയുടെ നിശ്ചലമായ ശരീരം ഒരു സാധാരണ കാഴ്ചയായിരുന്നു. പ്രാണവായുവിനെയോ ചില വ്യവസ്ഥകളെയോ മുൻകരുതലുകളെയോ മനുഷ്യജീവനെ ആശ്രയിക്കേണ്ടതില്ല എന്ന് ഇത്തരം അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ത്രൈലോംഗസ്വാമി ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. മഹാനായ ആ ആചാര്യൻ ജലത്തിനു മുകളിലായാലും അതിനടിയിലായാലും ആ ശരീരം കടുത്ത വെയിലിനെ വെല്ലുവിളിച്ചിരുന്നെങ്കിലും ഇല്ലെങ്കിലും താൻ ഈശ്വരബോധത്താൽ ജീവിക്കുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു. മരണത്തിന് അദ്ദേഹത്തെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. ഈ യോഗി ആത്മീയമായി മാത്രമല്ല ശാരീരികമായും ഗംഭീരനായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാരം 300 റാത്തലിൽ അധികമായിരുന്നു. ജീവിച്ച ഓരോ വർഷത്തിനും ഓരോ റാത്തൽ വീതം. അദ്ദേഹം അപൂർവമായ ആഹാരം കഴിച്ചിരുന്നുള്ളൂ എന്നത് വിസ്മയം വളർത്തുന്നു. ഇതൊക്കെയാണെങ്കിലും ഒരു ആചാര്യൻ തനിക്കു വേണമെന്നു തോന്നുമ്പോൾ ആരോഗ്യത്തിന്റെ സാധാരണ നിയമങ്ങളെല്ലാം തന്നെ അവഗണിക്കുന്നു. ഇത് ഏതെങ്കിലും പ്രത്യേക കാരണത്തോടെയായിരിക്കും, മിക്കപ്പോഴും തനിക്ക് മാത്രം അറിയാവുന്ന ഏതെങ്കിലും സൂക്ഷ്മ കാരണം. ത്രൈലോംഗസ്വാമി എപ്പോഴും ദിഗംബരനായി കഴിഞ്ഞിരുന്നു. വാരണാസിയിലെ സൈകെട്ട പോലീസുകാർ കുഴക്കുന്ന ഒരു കുസൃതി കുട്ടിയായി അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു. ശ്രേഷ്ഠനായ ആ യോഗി പതിവായ മൗനവ്രതം പാലിച്ചിരുന്നു. വട്ടമുഖവും കനത്ത വീപ്പ പോലുള്ള വയറുമുണ്ടായിട്ടും ത്രൈലോംഗസ്വാമി വല്ലപ്പോഴുമേ ആഹാരം കഴിച്ചിരുന്നുള്ളൂ. ആഴ്ചകളോളം നിരാഹാരനായിരുന്ന ശേഷം തന്റെ ഭക്തർ നൽകിയ കുടം കണക്കിനുള്ള കട്ടത്തൈര് കുടിച്ച് അദ്ദേഹം ഉപവാസം അവസാനിപ്പിക്കും. ഒരു സംശയാലു ത്രൈലോംഗസ്വാമിയെ ഒരു കാവടിക്കാരനായി കാട്ടാൻ തീരുമാനിച്ചു. വെള്ളയടിക്കാൻ ഉപയോഗിക്കുന്ന കുമായം കലക്കിയത് ഒരു വലിയ തൊട്ടി നിറയെ സ്വാമിയുടെ മുന്നിൽ വെച്ചു. ആ ലൗകികവാദി കപട ബഹുമാനത്തോടെ പറഞ്ഞു, ഗുരു, ഞാൻ അങ്ങേക്ക് കുറച്ച് കട്ടത്തൈര് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ദയവായി കുടിക്കൂ. കോപ്പ കണക്കിനുള്ള കുടൽ പൊള്ളുന്ന ആ കുമായത്തിന്റെ അവസാന തുള്ളി വരെ സ്വാമി മടികൂടാതെ കുടിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം ആ ദുഷ്ടൻ പ്രാണവേദനയോടെ നിലത്തു വീണു. രക്ഷിക്കണേ സ്വാമി, രക്ഷിക്കണേ, അവൻ നിലവിളിച്ചു. ഞാൻ വേവുകയാണ്, എന്റെ ഹീനമായ പരീക്ഷണത്തിന് എന്നോട് ക്ഷമിക്കണമേ. മഹാനായ ആ യോഗി തന്റെ പതിവ് മൗനം ഭഞ്ജിച്ചു. നിന്ദക, നീ എനിക്ക് വിഷം നൽകിയപ്പോൾ എന്റെ ജീവനും നിന്റെ ജീവനും ഒന്നാണെന്ന് നീ മനസ്സിലാക്കിയില്ല. സൃഷ്ടിയിലെ ഓരോ പരമാണുവിലുമെന്ന പോലെ എന്റെ വയറ്റിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് എനിക്കറിവില്ലായിരുന്നുവെങ്കിൽ കുമായച്ചാറ് എന്നെ കൊല്ലുമായിരുന്നു. ഇപ്പോൾ നിനക്ക് ദൈവികമായ തിരിച്ചടിയുടെ അർത്ഥം ബോധ്യമായ സ്ഥിതിക്ക് ഇനി ആരുടെയും മേൽ കുബുദ്ധികൾ കാട്ടരുത്. ത്രൈലോംഗസ്വാമിയുടെ വാക്കുകളാൽ അസുഖമാറിയ ആ പാപി വേച്ചു സ്ഥലം വിട്ടു. വേദനയുടെ തിരിച്ചടി ഉണ്ടായത് ആചാര്യന്റെ ഇച്ഛാശക്തി കൊണ്ടായിരുന്നില്ല, മറിച്ച് നിയമത്തിന്റെ പ്രവർത്തനം മൂലമാണ്. ഈ നിയമം ശ്രേഷ്ഠ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വിദൂരസ്ഥമായി കറങ്ങുന്ന ഗ്രഹത്തെ പോലും നിലനിർത്തുന്നു. ത്രൈലോംഗസ്വാമിയെപ്പോലെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ദൈവിക നിയമത്തിന്റെ പ്രവർത്തനം തൽക്ഷണമാണ്. അവർ അഹന്തയുടെ നശീകരണാത്മകമായ എല്ലാ പ്രതിപ്രവാഹങ്ങളെയും എന്നേക്കുമായി അകറ്റിയവരാണ്.